നല്ല പ്രകാശ മടി താത്തേരെ കാലത്ത് ചെയ്തതാ. അറുത്ത് വിൽക്കാം. മൃദംഗം കൊള്ളാമല്ലോ സ്വാമി. ഇത് വിൽക്കില്ല. താത്തയെ ഞാനും വായിച്ചു പഠിച്ചതാ. ഇരിക്കും. ഇതും അടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി. പെണ്ണിന്റെ പാട്ടിന് പോവും. ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര? ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ 10 തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ. ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി? ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. ആദ്യം ഈ സ്വിച്ച് കളയണം. അയ്യോ പാട്ടി, താൻ പോവേ, പ്രേമിക്കണ്ട. പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതും എടുത്ത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. എന്തൊരു പറഞ്ഞാലും പാട്ടി 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 ശരണം കെട്ട ജൂല. കുടുമി മുറിക്കാം. ഈ കണ്ണാടി മാറ്റി. അയ്യ, ഇത് മാറ്റി എനിക്ക് കണ്ണു കാണില്ല. സ്വാമിക്ക് പ്രേമിക്കണ്ടേ? എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ. മാറ്റാം. എന്നിട്ട് വേറെ ഫാഷനിലൊരെണ്ണം വയ്ക്കാം. പിന്നെ ഈ ക്ലാപ്പം വേഷമൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് രസ്യം പാന്റ് ഷർട്ട് ഇടണം. അയ്യോ എന്തൊരു കീയേ, താൻ ശരിയാവൂല. അല്ല, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറയണ പോലെ എന്നെ കേൾക്കണം. ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല, ഇനിയോട്ട് തെറ്റാനും പോണില്ല. അപ്പോ ഞാൻ പാന്റ് ഇട്ട രോഹിണി എന്നെ നോക്കോ? പാന്റ് വിട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണിയല്ല അവിടെ തള്ള ഇങ്ങി പോരും. അത് വേണ്ട, രോഹിണി മാത്രം മതി. മതിയെങ്കിൽ മതി. ശരി, പക്ഷെ പാട്ടി. എന്തൊരു പാട്ടി? ഭർത്താവ് ചത്തിട്ടും തലയെ മൊട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പർന്നാര് സിനിമാ നടിയുടെ വേഷത്തിലല്ലേ ഇവിടെ ഇരിക്കണത്? ഒരു വാക്ക് പറ സ്വാമി, ആളുകളെ വിളിച്ച് മൊട്ടയടിപ്പിച്ച് കൈ തരാം. ശങ്കര, ഗുരുദോഷം പാട്ടിയെ പറഞ്ഞു. പാട്ടിലാക്ക്. അവിടെ ഇവിടെ വായുവിന്റെ അസുഖം, ഗുളിക എടുത്തില്ല. ഒരു 10 രൂപ വേണം സ്വാമി. അതിനകത്തൊന്നും ഇല്ല. ഇത് നിൽക്കുമോ? എണ്ണയും കിണ്ടൊന്നും വേണ്ട സ്വാമി. തികഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ഇതോ പറയാൻ പാട്ടി. എന്താനെ ആണാ പറഞ്ഞാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിച്ച ചില്ലറ തന്നെ പട്ടത്. നീ വള